സൂര്യയുടെ പുതിയ പടത്തിൻ്റെ ട്രെയിലർ റിലീസായല്ലേ? ഓക്കെ, വിശ്വനാഥ് ആൻഡ് സൺസ്. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു പടം റിലീസാകുന്നത് ഞാൻ അറിഞ്ഞില്ല. ഇപ്പോഴാണ് എൻ്റെ ഒരു ട്രെയിലർ റിലീസായത്. മമിത ബൈജു ആണ് ആക്ട്രസ്. മമിത ബൈജുവിൻ്റെ ഒരു ഇൻസ്റ്റ പേജിൽ ഇപ്പോൾ റിലീസ് ചെയ്യുന്നത് കണ്ടാണ് പെട്ടെന്ന് ഞാനും അറിഞ്ഞത്. പുള്ളിക്കാരിയുടെ പീക്ക് ടൈം. പുള്ളിക്കാരി അത്യാവശ്യം എല്ലാവരോടും ഇപ്പം അഭിനയിക്കുന്നുണ്ട്. വിജയുടെ ലാസ്റ്റ് പടത്തിൽ ലീഡിങ് റോളാണ്, ഇതിൽ ലീഡിങ് റോളാണ്. മലയാളി ലൈക്ക് കേരളത്തിൽ നിന്ന് ഒരു ആക്ട്രസ് പറയുമ്പോഴത്തേക്കും ഭയങ്കര രീതിയിൽ ഇങ്ങനെ എന്താ പറയുക, ഒരു ലക്കി ചാമ്പോ ഇങ്ങനെ കയറ്റി അങ്ങ് വിടും. അത്യാവശ്യം ഒരു ക്യൂട്ട് ലെവലൊക്കെ പുള്ളിക്കാർ അഭിനയിക്കുന്നുണ്ട്. സോ ടീസർ 16 മിനിറ്റ് 41K വ്യൂസ്. സൂര്യ ഒരു പഴയൊരു ലുക്കല്ലേ, ഒരു രസമുള്ള ഒരു ലുക്കാണല്ലോ. എന്താണ് പടം? ഇത് മറ്റേ ലക്കി ഭാസ്കറിൻ്റെ ലക്കി ഭാസ്കർ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറിൻ്റെ പടമല്ലേ? സഞ്ജയ് വിശ്വനാഥ് ഇതുവരെക്കും എത്രയോ പിസ്റ്റൽ കോമ്പറ്റീഷൻ. സഞ്ജയ് വിശ്വനാഥോ? അത് മറ്റേ ഗജനിയിലുള്ള ഒരു പേരല്ലേ? അത് സഞ്ജയ് വിശ്വനാഥ് തന്നെ അല്ല, അത് സഞ്ജയ് രാമസ്വാമി അല്ലേ? സോറി. ആനാ ഇപ്പോ വേറെ നല്ല ഫ്രെയിം ആണല്ലോടാ. കൺപാർവയ്ക്ക് 20 இருக்கிற ഫിറ്റ്നസ്. ഇങ്ങനെ ഇപ്പോഴും എന്തൊരു ഗ്ലാമർ അടേ. 40 താണ്ടിനാ ഇരിക്കാതെ. അതാരാ? നല്ല ഫ്രെയിം. അതാരാണ്? ஒரு பெரிய ஃபார்ம் ஹவுஸ், லாவிஷ் லைஃப் ஸ்டைல், இஷ்டத்துக்கு செலவு பண்ணணும். மமிதா, நாம தான் பெரிய ஆள் ஆடுற ஒவ்வொரு தடவையும் ஆண்டவன் இப்படிதான் நம்மளை விட பெரிய ஆள் இருக்காங்கல்ல காட்டுவான். ഇങ്ങേർക്ക് എത്രയുടെ വയസ്സ്? 50ഓ? ப்ராப்ளம் இல்ல, எனக்கு ப்ராப்ளம். ഓ, എനിക്ക് തോന്നുന്നു എപ്പോഴുള്ള അല്ലേ മമ്മൂട്ടിക്ക് ഒരു ഗ്ലാമർ പരിവേഷത്തിൽ എല്ലാവരും മമ്മൂട്ടി ഇങ്ങനെ പുഷ് ചെയ്യുന്ന കണക്ക് തമിഴിൽ സൂര്യയുടെ ഗ്ലാമറിൽ എല്ലാ പെമ്പിള്ളേരും പുഷ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. അതേ പാറ്റേൺ ആണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ്റെ പിറകെ നടക്കുന്നതായിരിക്കും. സിസ്റ്റേഴ്സ് ആണോ? അത് തന്നെ. ரொம்ப ஒட்டாத, அப்புறம் கஷ்டமா இருக்கும். எனக்கு ப்ராப்ளம் இல்ல. ഓ, പുള്ളിക്കാരൻ 40 വയസ്സും പുള്ളിക്കാരിക്ക് 20 വയസ്സും. ഓക്കെ, எனக்கு ப்ராப்ளம். நீ ஒரு சொடுக்கு போட்டினா வயசு பசங்க நீ நான் வந்து விழ போறாங்க. வேணும்னா இன்னும் 4 சொடுக்கு போடுறேன், நீ விழ போதும். ഓ, we need this സൂര്യ. നല്ല മ്യൂസിക്സ്. ഇടയ്ക്ക് കുറേ കാലത്തിന് ശേഷം ഈ ഒരു സൂര്യയെ കണ്ട ഒരു ഫീൽ. എടേ ഇത് കൊള്ളാം. വിഷയം ഒരു പഴയ മറ്റേ പണ്ടത്തെ ഒരു സൂര്യയുണ്ട്, നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട് വന്ന ഒരു സമയത്തുള്ളൊരു സൂര്യ. ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ ഒരു ഡയലോഗ് ഡെലിവറിയും ഫ്രീ ഒക്കെ. പിന്നെ മമിത പുള്ളിക്കാരിയുടെ സ്റ്റൈൽ തന്നെയാണ്, ആ ഒരു കുറച്ച് ഫണ്ണും ഹ്യൂമറൊക്കെ ചെയ്യുന്നത്. പുള്ളിക്കാരി അങ്ങനെ ഒരു ടാലൻ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ മിക്ക ആക്ട്രസിനും ഇല്ലാത്തൊരു ടാലൻ്റാണ്. ലൈക്ക് ചുമ്മാ മറ്റേ ക്യൂട്ടി എക്സ്പ്രഷൻ അല്ല, ഒരു ഹ്യൂമറൊക്കെ ചെയ്യാനൊക്കെ പുള്ളിക്കാരിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. ഈ സാധനം കൊള്ളാം, ഒരു രസമുണ്ട്, ഒരു ഫ്രഷ് ഫീൽ. സൂര്യയുടെ ഒരു പഴയ സാധനം തിരിച്ച് കിട്ടിയ ഒരു ഫീലുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. എന്തായാലും പോയി കണ്ടു നോക്കാം. ടീസറല്ലേ, ട്രെയിലർ ഇറങ്ങിയില്ലല്ലോ. എന്തായാലും കോംബോ നൈസ് ആയിരിക്കും, നല്ല രസമുള്ളൊരു കോംബോ ആയിരിക്കും, നല്ല രസമുള്ളൊരു പടമായിരിക്കും. കുറച്ച് ഫ്രഷ് ഫീലുള്ള പടങ്ങളായിരിക്കും. മാസ് മസാല അല്ലാണ്ട് വേറെ കുറച്ച് ഫ്രഷ് ഫീൽ, വെറൈറ്റി കോൺസെപ്റ്റ് ആയിട്ട് കുറച്ചൊരു പടങ്ങൾ വേണം. ഒരു പഴയൊരു സൂര്യയുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തിരിച്ച് വന്നാൽ സെറ്റാണ്. താങ്ക് യു.